type checking? Okay, so what is type checking? Type checking എന്താണ്? Merlin? Merlin? Sir. Type. Sir, data type check മിസ്സേ വോയിസ് ക്ലിയർ അല്ല. ആണോ? One second. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ കേൾക്കാം. Okay. So, semantic analysis എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? Here we are checking the meaning of each and every statement ആണ്. Okay. So, meaning of the statement എന്ന് പറയുമ്പോൾ syntactically മാത്രം അത് റൈറ്റ് ആയാൽ പോരാ, സെമാൻറ്റിക്കലിയും അത് കറക്റ്റ് ആയിരിക്കണം. അതായത് ആ പെർട്ടിക്കുലർ കൊടുത്തിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പ്രഷനിലുള്ള ഈച്ച് ആൻഡ് എവറി ഡാറ്റ ടൈപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം ഇതില് സെമാൻറ്റിക് അനാലിസിസില്. ഓക്കെ, സോ സെമാൻറ്റിക് ടൈപ്പ് ചെക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? സോഴ്സ് പ്രോഗ്രാം സെമാൻറ്റിക്കലിയും കറക്റ്റ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യുന്നതാണ് ടൈപ്പ് ചെക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ വി ഹാവ് two type of checks, that is static check and dynamic check. Static and dynamic checking. Okay, so static checking, which includes type checks. Type check. എന്താണ് ഈ ടൈപ്പ് ചെക്ക്? ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓപ്പറേറ്റർ പ്ലസ് ആണെങ്കിൽ ഇപ്പുറത്തും അപ്പുറത്തും യൂസ് ചെയ്യുന്ന ഓപ്പറന്റിന്റെ ഡാറ്റ ടൈപ്പ് കറക്റ്റ് ആണോ ഇല്ലെന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, സോ രണ്ട് ഇന്റീജർ ആണെങ്കിൽ മാത്രമേ അഡിഷൻ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഒരെണ്ണം ഇന്റീജറും ഒരെണ്ണം ഫ്ലോട്ട് ആണെങ്കിൽ എന്ത് പെർഫോം ചെയ്യാൻ പറ്റില്ല? അഡിഷൻ പെർഫോം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദാറ്റ് ഇസ് ടേംഡ് ആസ് എന്താണ്? ടൈപ്പ് ചെക്ക്. അതായത് കൊടുത്തിട്ടുള്ള എക്സ്പ്രഷന്റെ ഓരോ വേരിയബിളിന്റെയും ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യാം. ഓക്കെ, then next comes the flow of control check. Flow of control check. ഫ്ലോ ഓഫ് കൺട്രോൾ ചെക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്ലോ ഓഫ് കൺട്രോൾ ചെക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്ലോ ഓഫ് പെർട്ടിക്കുലർ ഡാറ്റ ചെക്ക് ചെയ്യുക. വെദർ എന്താണ് ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ. ഇപ്പൊ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ വെച്ച് ആ വാല്യൂ എന്ത് ചെയ്യണം? ടെർമിനേറ്റ് ചെയ്യണം. ഓക്കെ, സോ അങ്ങനത്തെ ചെക്കിംഗ് ഫ്ലോ ഓഫ് കൺട്രോൾ അതായത് വാല്യൂസിന്റെ ഫ്ലോ ചെക്ക് ചെയ്യുന്നതാണ് ഫ്ലോ ഓഫ് കൺട്രോൾ ചെക്ക് എന്ന് പറയുന്നത്. Okay, so the next is about uniqueness check. Uniqueness check. Uniqueness check എന്ന് പറയുമ്പോൾ a particular object must be declared at least once. Okay, അതായത് ഒരു ഐഡന്റിഫയർ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇതില് ഒരു പ്രാവശ്യമേ യുണീക്ക് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഏന്നൊരു വേരിയബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് ഇന്റീജർ ഏതെങ്കിലും ഒരു ഡാറ്റ ടൈപ്പ് ആയിട്ട് യുണീക്ക് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഇസ് ടേംഡ് ആസ് യുണീക്നെസ് ചെക്ക്. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് ഇസ് name related check. Fourth is name related check. Name related check. Name related check എന്ന് പറയുമ്പോൾ here we need to check whether എന്താണ് the same name has been declared as എന്താണ് ഡിക്ലെയർഡ് അല്ല, വേറെ വേറെ തരത്തിൽ ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. അതായത് എന്നൊരു വേരിയബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ എനെ ഇന്റീജർ ആയിട്ടും ഡിക്ലെയർ ചെയ്തിട്ട് അറേ ആയിട്ടും ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. ഓക്കെ,
Is it clear? Clear ആണോ? അതെ. Okay. So ഇതൊക്കെയാണ് some of the static checking, type checking, flow of control check, uniqueness check and name related check. Okay. Then next is type expression. ഇതിൽ കുറെ ടേംസ് വരും. ആ ടേംസ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ടൈപ്പ് എക്സ്പ്രഷൻ. ഓക്കെ, ഒരു ലാംഗ്വേജിന്റെ ടൈപ്പ് ഡിഫൈൻ ചെയ്യണം എന്ന് പറഞ്ഞു. ആ ടൈപ്പ് ഓഫ് ദ ലാംഗ്വേജ് കൺസ്ട്രക്ട് ഇസ് ഡിനോട്ടഡ് ആസ് ടൈപ്പ് എക്സ്പ്രഷൻ. ഓക്കെ, ടൈപ്പ് ഓഫ് ദി ലാംഗ്വേജ് കൺസ്ട്രക്ട് എന്താണോ നിങ്ങൾ സ്പെസിഫൈ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ടേംഡ് ആസ് എന്താണ്? ദി ടൈപ്പ് എക്സ്പ്രഷൻ. ഓക്കെ, ടൈപ്പ് എക്സ്പ്രഷൻ എന്താണ്? വാട്ട് ഇസ് ടൈപ്പ് എക്സ്പ്രഷൻ? എന്താണ് ടൈപ്പ് എക്സ്പ്രഷൻ? അർജുൻ? ലാംഗ്വേജായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എന്താണ്? കൺസ്ട്രക്ഷൻ. ടൈപ്പ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു പെർട്ടിക്കുലർ എ പ്ലസ് ബി എന്നൊരു എക്സ്പ്രഷൻ ആണെങ്കിൽ എയുടെ ടൈപ്പ് എന്താണ്? ഇന്റീജർ. ബിയുടെ ടൈപ്പ് എന്താണ്? ഇന്റീജർ. ഓക്കെ, സോ ആ ലാംഗ്വേജിൽ നമ്മൾ കൊടുക്കുന്ന ടൈപ്പിനെയാണ് എന്തെന്ന് പറയാ? ടൈപ്പ് എക്സ്പ്രഷൻ എന്ന് പറയാം. ഓക്കെ, ആ മൊത്തം എക്സ്പ്രഷൻ, അതായത് ഇത് ഇന്റീജർ ആണ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ടി ഡിറൈവ്സ് ഇന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ടിയുടെ ടൈപ്പ് എന്താണ്? ഇന്റീജർ ആണ്. ഓക്കെ, സോ ടൈപ്പ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ലാംഗ്വേജ്, ആ ലാംഗ്വേജിന് നമ്മൾ കൊടുക്കുന്ന ഓരോ ടൈപ്പിനെയും എന്തെന്ന് പറയും? ടൈപ്പ് എക്സ്പ്രഷൻ എന്ന് പറയും. ഓക്കെ, സോ ആ ടൈപ്പ് എക്സ്പ്രഷൻ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. അതിന്റെ ഒപ്പം തന്നെ വാട്ട് ഇസ് ടൈപ്പ് സിസ്റ്റം? ടൈപ്പ് എക്സ്പ്രഷൻസ് ഏതൊക്കെയാ ടൈപ്പ് എക്സ്പ്രഷൻ എന്നുള്ളത് നോക്കാം. സോ ബിഫോർ ദാറ്റ്, വാട്ട് ഇസ് ടൈപ്പ് സിസ്റ്റം? Okay, so type system എന്ന് പറയുന്നത് it is the collection of rules for assigning type expression. Okay, type system എന്ന് പറയുന്നത് എന്താണ്? It's a collection of rules. ഈ സെറ്റ് ഓഫ് ഈ ടൈപ്പ് എക്സ്പ്രഷന്റെ കളക്ഷൻ ആണ് ടൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ടൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ടൈപ്പ് എക്സ്പ്രഷൻ, സോ വിച്ച് ഇസ് അപ്ലൈ ടു വേരിയസ് പാർട്ട് ഓഫ് ദ പ്രോഗ്രാം. പ്രോഗ്രാമിന്റെ ഓരോ സ്ഥലത്തായിരിക്കും ഈ ടൈപ്പ് എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ടാവുക. ദാറ്റ് ഈസ് ടേംഡ് ആസ് ടൈപ്പ് സിസ്റ്റം. കളക്ഷൻ ഓഫ് ടൈപ്പ് എക്സ്പ്രഷൻ ഇസ് ടേംഡ് ആസ് ടൈപ്പ് സിസ്റ്റം. Okay, so similarly one more term is there, that is type checker. Type checker. So type checker which implements this type system. Type checker എന്ന് പറയുന്നത് എന്താണ്? Which implements the type system. ചേട്ടൻ നേരത്തെ ഒരു ടൈപ്പ് ചെക്ക് പറഞ്ഞില്ലേ? അത് ജസ്റ്റ് എന്താണ്? ടൈപ്പ് ചെക്കിംഗ്. ടൈപ്പ് അതായത് ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യും. ഇത് ടൈപ്പ് ചെക്കർ. ടൈപ്പ് ചെക്കർ എന്ന് പറയുന്നത് എന്താണ്? ഈ എൻറ്റയർ സിസ്റ്റം, എല്ലാ എക്സ്പ്രഷനും എല്ലാ സ്റ്റേറ്റ്മെന്റ്സിനും ഡാറ്റ ടൈപ്പ് കൊടുത്ത് അത് ചെക്ക് ചെയ്യുന്ന ആ സിസ്റ്റത്തിനെയാണ് ടൈപ്പ് ചെക്കർ എന്ന് പറയാം. ഓക്കെ, സോ എ ടൈപ്പ് ചെക്കർ വിച്ച് ഇംപ്ലിമെന്റ്സ് ദി ടൈപ്പ് സിസ്റ്റം. ഓക്കെ, now we go for എന്താണ്? ടൈപ്പ് എക്സ്പ്രഷൻ. സോ ടൈപ്പ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? It is the type of language construct. To denote എന്താണ്? Type is denoted by type expression. Okay, so type expression may be basic type or it is a constructed type. Must be constructed type.
സോ ബേസിക് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് ഡാറ്റ ടൈപ്സ്. ബേസിക് ഡാറ്റ ടൈപ്സ് ഏത് ലാംഗ്വേജ് എടുത്താലും അതിൽ യൂസ് ചെയ്യുന്ന ബേസിക് ഡാറ്റ ടൈപ്സ് കംസ് അണ്ടർ എന്താണ് ദിസ് കാറ്റഗറി, ദാറ്റ് ഇസ് ബേസിക് ടൈപ്പ്. ഓക്കെ, സോ ആ ഡാറ്റ ടൈപ്പ് എല്ലാം എന്താണ് ടൈപ്പ് എക്സ്പ്രഷൻ. സോ ഈച്ച് ആൻഡ് എവറി ഡാറ്റ ടൈപ്പ് ഇസ് എ ടൈപ്പ് എക്സ്പ്രഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഒന്നുകൂടെ പറ. അതായത് ഇപ്പൊ നമ്മൾ ഒരു ലാംഗ്വേജ് സി ആണ് എടുക്കുന്നെങ്കിൽ സിയിൽ വരുന്ന ഡാറ്റ ടൈപ്പ് ഇന്റ്, ഫ്ലോട്ട്, ക്യാരക്ടർ, സൈൻ ഇന്റ്, അങ്ങനെ എല്ലാ ഡാറ്റ ടൈപ്പും എന്താണ് കംസ് അണ്ടർ എന്താണ് ഇവിടുത്തെ ബേസിക് ടൈപ്പിലാണ് വരുന്നത്. ഓക്കെ, ബേസിക് ടൈപ്പ് എന്ന് പറയുന്നത് ഏത് ലാംഗ്വേജിനാണോ ടൈപ്പ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ആ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് എന്താണോ അതാണ് ബേസിക് ടൈപ്പ് എന്ന് പറയുന്നത്. Okay, so each and every data type is termed as a type expression. Okay, is it clear? Okay, okay. So ഈ ബുക്കിൽ നമുക്ക് ഡിറൈവ് ചെയ്തിട്ടുള്ളത് പാസ്കലിന്റെ കോഡാണ്. അപ്പം പാസ്കൽ കോഡ് വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് കൺഫ്യൂസ് ആവണ്ട. പാസ്കലിന്റെ കോഡ് വെച്ചിട്ടാണ് ബാക്കി ഈ കൺസ്ട്രക്ടർ ടൈപ്പും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, ഓക്കെ. സോ ഹിയർ കൺസ്ട്രക്റ്റഡ് ടൈപ്പ്. കൺസ്ട്രക്റ്റഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ദിസ് ബേസിക് ടൈപ്പ്. അതായത് ഇപ്പം നമ്മുടെ കേസിലാണെങ്കിൽ സിയിലൊക്കെ ആണെങ്കിൽ അറേ സ്ട്രക്ചർ ഒക്കെ പറയില്ലേ, അതൊക്കെ ഏതാണ് അറേ സ്ട്രക്ചർ, ഇതൊക്കെ ഏതാണ് കൺസ്ട്രക്റ്റഡ് ടൈപ്പാണ്. ഓക്കെ, സോ ഇവിടെ സ്ട്രക്ചർ എന്ന് പറയില്ല, അതിന് പകരം റെക്കോർഡ് എന്നായിരിക്കും പറയാം. ഓക്കെ, ഓക്കെ. ഓക്കെ, okay, now we can see the constructed type ഓരോന്നായിട്ട്. First one is array. Okay, so if T is a type expression, then array of I comma T is a type expression denoting the type of the array with elements of type T and index I. Okay, so listen, നമ്മൾ നോർമലി സിയിൽ എങ്ങനെയാ അറേ ഡിക്ലെയർ ചെയ്യുക? അറേ എങ്ങനെയാ ഡിക്ലെയർ ചെയ്യുക? ഡാറ്റ ടൈപ്പ് ഫോളോഡ് ബൈ അറേയുടെ നെയിം ദെൻ സൈസ്, അങ്ങനെയല്ലേ സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, സോ ഹിയർ എങ്ങനെയാ സ്പെസിഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ദിസ് ഇസ് ദ നെയിം ഓഫ് ആൻ അറേ, ദെൻ ഫോളോഡ് ബൈ ഇതാണ് അതിന്റെ ഇൻഡെക്സ് 5, int, ഇങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യാം. Is it clear? Is it clear? അറേയുടെ സൈസ് അല്ല ആദ്യം പറയുന്നത്. അറേയുടെ സൈസ് അതാണ് ഇൻഡെക്സ്. പക്ഷെ ഇൻഡെക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് 0, 1, 2, 3, 4 അത്രയും വരത്തില്ലേ? അപ്പൊ അതിൻ്റെ അകത്ത് 5th പൊസിഷനിലാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഇൻഡെക്സ് സെറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഇൻഡെക്സ് സെറ്റ് ആണ്, അതായത് 5 ആണെങ്കിൽ 0 to 4. ഓക്കെ, സോ അറേ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കൺസ്ട്രക്റ്റഡ് ടൈപ്പ് ആണ്. സോ ഇഫ് T
ടി ഇസ് എ ടൈപ്പ് എക്സ്പ്രഷൻ ആണ് അല്ലെ? ആദ്യമേ പറഞ്ഞു എന്താണ് ആ ലാംഗ്വേജിലുള്ള ഡാറ്റ ടൈപ്പ് ഒക്കെ ടൈപ്പ് എക്സ്പ്രഷൻ ആണ്. ഓക്കെ, സോ ഇഫ് ടി ഇസ് എ ടൈപ്പ് എക്സ്പ്രഷൻ ആണെങ്കിൽ then array of I, t എന്ന് പറയുന്നതും ടൈപ്പ് എക്സ്പ്രഷൻ ആണ്. where I which denotes the index set and t which represents എന്താണ്? t which represents എന്താണ്? ഈ സെറ്റ് ഓഫ് എലമെന്റ്സിന്റെ ഡാറ്റ ടൈപ്പ് ആണ്. Is it clear? Okay. So അതിന്റെ ഓരോ കൺസ്ട്രക്റ്റിന്റെ കേസ് ആണ് പറയുന്നത്. So first one is array. So the second one is product. If T1 and T2 are type expression, then T1 Cartesian product T2 is also a type expression. അല്ലേ? Is it clear? Okay, fine. Then, so similarly, pointers in the case, function in the case. ഇതിപ്പോ തൽക്കാലം ഇങ്ങനെ നോട്ട് ചെയ്തോ. നമുക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇതിന്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതുമ്പോൾ മനസ്സിലാവും പോയിന്റേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. ക്ലാസ്സിൽ ഓക്കെ, so the next is specification of simple type check. Specification of simple type check. Okay, so what is a type checker? What is a type checker? Type checker എന്ന് പറയുന്നത് എന്താണ്? ടൈപ്പ് സിസ്റ്റത്തിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ടൈപ്പ് സിസ്റ്റത്തിനെ ഇംപ്ലിമെന്റ് ചെയ്യാനാണ്. അപ്പൊ ടൈപ്പ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോ എക്സ്പ്രഷനും അതിന്റെ ടൈപ്പ് ഡിഫൈൻഡ് ആയിരിക്കണം. ഓരോ എക്സ്പ്രഷനും അതിന്റെ ടൈപ്പ് ഡിഫൈൻഡ് ആയിരിക്കണം. അപ്പം ഗിവൻ ഒരു സെറ്റ് ഓഫ് പ്രൊഡക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്ഷനിൽ we need to specify the type of each and every variable. Okay. Now consider simple language with following productions. P derives D colon E D derives D colon semicolon D ID colon T. T derives character, integer, or otherwise array, num of T, or otherwise point of T.
E derives literal num id E mod E or E ഓക്കെ. സോ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് പ്രൊഡക്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിലേക്ക് എന്ത് ആഡ് ചെയ്യണം? നമ്മുടെ ടൈപ്പ് ആഡ് ചെയ്യണം. സോ ടൈപ്പ് ആഡ് ചെയ്യുമ്പോൾ ഹിയർ ടൈപ്പ് നോർമലി എന്ത് വെച്ചിട്ടായിരിക്കും? ട്രാൻസ്ലേഷൻ സ്കീം വെച്ചിട്ടായിരിക്കും ആഡ് ചെയ്യുക. ദാറ്റ് ഇസ് എലോങ് വിത്ത് ദി പ്രൊഡക്ഷൻ ആയിരിക്കും നമ്മൾ എന്ത് ആഡ് ചെയ്യുക? ടൈപ്പ് ആഡ് ചെയ്യുക. ഓക്കെ. സോ എലോങ് വിത്ത് ദി പെർട്ടിക്കുലർ സിസ്റ്റം ആയിരിക്കും എന്ത് ആഡ് ചെയ്യുന്നത്? ടൈപ്പ് ആഡ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഓരോ പാർട്ടായിട്ട് അതിന്റെ ട്രാൻസ്ലേഷൻ സ്കീം, അതായത് അതിന്റെ ടൈപ്പ് എക്സ്പ്രഷൻ നമുക്ക് എഴുതാം. ഓക്കെ. സോ ഫസ്റ്റ് വി ക്യാൻ കൺസിഡർ, ഇത്രയും പോർഷൻ മാത്രം കൺസിഡർ ചെയ്യാം. ദാറ്റ് ഇസ് D derives id dot p T derives character, T derives integer, T derives ഇത് പോയിന്റർ ആണ് of T1, T derives array of num of T1. So translation scheme എന്ന് പറയുമ്പോൾ along with that ഇതാണ് എഴുതുക. Okay. So here we can write എന്താണ്? So this is about എന്താണ്? Declaration statements ആണ് തന്നിട്ടുള്ളത്. Okay. Declaration statements ആണ് തന്നിട്ടുള്ളത്. Okay. So മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കണം ഉണ്ടായത്. ഉറപ്പ് വരുന്നുണ്ടോ? Are you okay? Okay. So ഒരുമാതിരി ബോറിംഗ് ടോപ്പിക് ആണ്. ഓക്കെ. സോ ലിസൺ, മനസ്സിലായാലൊന്നുമില്ല ഇതില്. ഓക്കെ. സോ ഇത് രണ്ടും എന്താണ്? ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ഡിക്ലറേഷൻ പ്യൂർ ആയിട്ടുള്ള ഈ പാസ്കൽ കോഡാണ് എടുത്തിട്ടുള്ളത്. ദാറ്റ് ഇസ് ഐ ഡി, അതിന്റെ ടൈപ്പ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ. സോ അതിനെ കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട. ഐ ഡി അതിന്റെ ടൈപ്പ് ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ. സോ അപ്പം ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ, ഒരു ഡിക്ലറേഷൻ വരുമ്പോൾ അതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഐ ഡിയുടെ ടൈപ്പ് എന്താണ്? വാട്ട്സ് ദ ടൈപ്പ് ഓഫ് ഐ ഡി? What's the type of ID? Madhav? Para? എന്താണെങ്കിൽ കുഴപ്പമില്ല മാധവ്, പറഞ്ഞോ. ഓക്കെ. സോ ഇറ്റ് ഇസ് ഫോർ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്സിനുള്ള പ്രൊഡക്ഷൻ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ. സോ ഹിയർ ഐ ഡി എന്നൊരു വേരിയബിളിന്റെ ടൈപ്പ് ആണ് ടി എന്ന് പറയുന്നത്. ഓക്കെ. സോ അപ്പം ഈ എക്സ്പ്രഷന്റെ ടൈപ്പ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്ലേഷൻ സ്കീം ആയിട്ട് ആ ടൈപ്പ് എക്സ്പ്രഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ഐ ഡിയുടെ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടിയുടെ ടൈപ്പ് ആയിരിക്കും. ഓക്കെ. ഇസ് ഇറ്റ് ക്ലിയർ? ടിക്ക് കുറെ ടൈപ്പ് ഇല്ലേ? അതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ആയിരിക്കും. അത് നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ റെഡ്യൂസ് ചെയ്യാം.
ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്ന പോലെ ഇന്റ് എ ബി അങ്ങനെയല്ലേ നമ്മൾ പറയാറുള്ളൂ അല്ലെ? വേരിയബിൾ വരുമ്പോ അതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് അതിന്റെ കൂടെ ഉള്ളതാണ്. ഓക്കെ, സോ അങ്ങനെയല്ലേ നമ്മൾ ഡിക്ലെയർ അങ്ങനെയല്ലേ നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അപ്പം ഇതിൽ നമുക്ക് എങ്ങനെ അതിന്റെ എക്സ്പ്രഷൻ ആഡ് ചെയ്യാം? ദാറ്റ് ഈസ് ആഡ് ടൈപ്പ് is equal to അല്ലെങ്കിൽ enter type is equal to entry type is equal to id enter type of id dot entry comma t dot type. അതായത് ഐഡിയുടെ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടിയുടെ ടൈപ്പ് ആണ്. ഓക്കെ, ഓക്കെ, സോ സിമിലർലി ഇവിടെ വരുമ്പോ എന്താണ്? ടിയുടെ ടൈപ്പ് എന്താണ്? ജസ്റ്റ് ക്യാരക്ടർ ആണ്. ടിയുടെ ടൈപ്പ് ഇസ് ഈക്വൽ ടു ക്യാരക്ടർ. ഇവിടെ വരുമ്പോ എന്താണ്? ടിയുടെ ടൈപ്പ് ഇസ് ഈക്വൽ ടു ഇന്റീജർ. ഇവിടെ വരുമ്പോ എന്താണ്? ഇത് പോയിന്റർ വേരിയബിൾ ആണ്. ഓക്കെ, സോ പോയിന്ററിന്റെ പ്രത്യേകത എന്താണ്? പോയിന്റർ വേരിയബിളിന്റെ അത് വേറൊരു ഇതിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. വേറൊരു ഇതിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടത്തെ ഡാറ്റ ടൈപ്പ് എന്താണോ അത് തന്നെയായിരിക്കും ഇതിന്റെയും ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് എന്താണ്? ടി ഡോട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു പോയിന്റർ ഓഫ് t1 dot type. ഓക്കെ, t1ന്റെ ടൈപ്പ് ആണ് ഏതിന്റെയും ടൈപ്പ്? ടിയുടെയും ടൈപ്പ്. ഓക്കെ, പക്ഷെ T1 എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ടിയുടെ ടൈപ്പ് അപ്പം ആ 3 എണ്ണം വരാല്ലേ, ക്യാർ, ഇന്റിജർ ഒക്കെ. Now next array of num of t1. Okay, so arrayയുടെ ടൈപ്പ് എന്തായിരിക്കും? arrayയുടെ ടൈപ്പ് എന്ന് പറയുന്നത് അവിടെ ഇടാം. arrayയുടെ ടൈപ്പ് എന്താണ്? t derives array of num of t1 അല്ലെങ്കിൽ എന്താണ്? array of നേരത്തെ പറഞ്ഞ പോലെ ഇൻഡെക്സ് കോമ t1. ഓക്കെ, സോ അപ്പൊ arrayയുടെ ടൈപ്പ് എന്താണ്? arrayയുടെ ടൈപ്പ് എന്താണ്? arrayയുടെ ടൈപ്പ് എന്താണ്? ഇന്റിജർ ആണോ? അതെ, ഇതിന്റെ ടൈപ്പ് ഇവിടെ എന്താണോ കൊടുത്തിട്ടുള്ളത്, അതായത് ഈ അറേയിൽ എന്താണോ എലമെന്റ്സ് സ്റ്റോർ ചെയ്യുന്നത് അതിന്റെ ഡാറ്റ ടൈപ്പ് എന്താണോ ദാറ്റ് വിൽ ബി ദ ടൈപ്പ് ഓഫ് ടി. അല്ലേ? ക്ലിയർ? ഈ അറേയിൽ ഇന്റീജർ ആണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ഡാറ്റ ടൈപ്പ് ഇന്റ് ആണ്. അല്ലെ? ടിയുടെ ടൈപ്പ് എന്താണ്? ഇന്റ് ആണ്. ഇത് ക്യാരക്ടർ ആണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഡാറ്റ ടൈപ്പ് എന്താണ്? ക്യാരക്ടർ ആണ്. ഓക്കെ, so we can write this as എന്താണ്? array num of t1 as t dot type is equal to array of അതിനെ തന്നെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് 1 to n numbers ഉണ്ട് dot value n values comma t1 dot type. Okay, okay, so the next is type checking for expression. The last statement ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് type checking for expression. Okay, so ഇതുവരെ തന്നിട്ടുള്ളത് എന്താണ്? type checking of declaration statements. Okay, then type checking of expression.
type checking for expression. Type checking of expression. Expression എന്ന് പറയുന്നത് type expression അല്ല, നമ്മൾ നോർമലി കൊടുക്കുന്ന expressions. So ഏതൊക്കെയായിരുന്നു പ്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നത്? E derives, literal, E derives num, E derives ID, okay, E derives E1 mod E2. Okay, so first E derives literal എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയുടെ ടൈപ്പ് എന്താണ്? ലിറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടൈപ്പ് എന്താണ്? ഈയുടെ ടൈപ്പ് എന്താണ്? What's the type of E? സ്ട്രിംഗ് അല്ലേ? E എന്ന് പറയുന്നത് എന്താ? ലിറ്ററൽ എന്ന് പറയുന്നത് സ്ട്രിംഗ് ആണ്. അതായത് ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സ്ട്രിംഗ് ആണ്. സെറ്റ് ഓഫ് സ്ട്രിംഗ് ആണെങ്കിൽ ആ എക്സ്പ്രഷന്റെ ടൈപ്പ് എന്താണ്? സ്ട്രിംഗ് അല്ലേ? സ്ട്രിംഗ് എന്ന് ടൈപ്പ് ഉണ്ടാ? അല്ല, ക്യാരക്ടറോ? അല്ല, ശരി, ക്യാരക്ടർ ലിറ്ററൽ. ഓക്കെ, അതുപോലെ ഒരു എക്സ്പ്രഷൻ നമ്പറിനെ നമ്മൾ നോർമലി ഇങ്ങനെയല്ലേ എഴുതാം, നമ്മിനെ ഇ ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യാം അല്ലേ? ഓക്കെ, അതായത് ഇപ്പൊ നമ്മുടെ ലെക്സിക്കൽ അനലൈസറിൽ 2+3 ആണ് വരുന്നെങ്കിൽ സിൻടാക്സ് അനലൈസർ 2നെ നമ്പർ എന്നും പ്ലസിനെ പ്ലസ് എന്നും ഇതിനെ നമ്പർ എന്നും ആയിരിക്കും സിൻടാക്സ് അനലൈസർ പെർഫോം ചെയ്ത് തരിക. ഓക്കെ, സോ ഈ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഓഫ് ടൈപ്പ് എന്താണ്? അതിന്റെ ഡാറ്റ ടൈപ്പ് എന്താണ്? ഇറ്റ് ഈസ് ഓഫ് ടൈപ്പ് എന്താണ്? ഈ ഡോട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു E dot type is equal to int ആണ്, ഇന്റീജർ ആണ്. റീസൺ ഇവിടെ നമ്മൾ ഇന്റീജറും ക്യാരക്ടറും മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലെ? ഇവിടെ ഇപ്പൊ ഇനിഷ്യലി നമ്മൾ ഒരു പ്രൊഡക്ഷൻ എടുത്തപ്പോ അതിൽ ഇന്റീജറും ക്യാരക്ടറും മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്തു? എഴുതി E dot type is equal to integer. Is it clear? ഐഡിയും ഇന്റീജർ ആവുന്നത്. ഐ ഡി എന്ന് പറയുന്നത് ഐ ഡി വരുമ്പോ ഐഡിയുടെ കേസില് ഐ ഡി എന്ന് പറയുമ്പോ ഐ ഡിയുടെ ഡാറ്റ ടൈപ്പ് എവിടെയാ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഐ ഡിയുടെ ഡാറ്റ ടൈപ്പ് അത് ടിയുടെ ടൈപ്പ് അല്ല, ഐ ഡി ടി എന്നല്ലേ വരുന്നത്? ഐ ഡി ഡോട്ട് എൻട്രി ടി ഡോട്ട് ടൈപ്പ്. യെസ്, എ എന്നൊരു വേരിയബിൾ വരുമ്പോ അതിന്റെ ഡാറ്റ ടൈപ്പ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? എ എന്നൊരു വേരിയബിൾ വരുമ്പോ അതിന്റെ ഡാറ്റ ടൈപ്പ് എവിടെ നിന്നാണ് കിട്ടുന്നത്? എ എന്ന് പറയുന്നത് ഐഡന്റിഫയർ ആണ്. എ എന്ന് പറയുന്നത് ഐഡന്റിഫയർ ആണ്. ഇറ്റ്സ് ആൻ ഐഡന്റിഫയർ. സോ ഐഡന്റിഫയറിന്റെ ഡാറ്റ ടൈപ്പ് എവിടെയാണ് ഉള്ളത്? സിമ്പിൾ ടേബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ ഡി ഡോട്ട് എൻട്രിയിൽ എന്തും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന്റെ ഡാറ്റ ടൈപ്പും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഈ ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? ഐ ഡിയുടെ ഡാറ്റ ടൈപ്പ് ആണ്. ഓക്കെ, സോ ഐ ഡിയുടെ ഡാറ്റ ടൈപ്പ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമുക്ക് സിമ്പിൾ ടേബിളിൽ നിന്ന് കിട്ടും. സോ ഐ ഡി ഇ ഡോട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ നമ്മൾ വിളിക്കുകയാണ് ലുക്കപ്പ് ഐ ഡി ഡോട്ട് എൻട്രി. ഐ ഡി ഡോട്ട് എൻട്രി
ക്ലിയർ ആണോ ഇല്ലേ? റിപ്പീറ്റ് ചെയ്യണോ? അഞ്ജലി മിസ് മനസ്സിലാവുന്നുണ്ടോ? കുഴപ്പമില്ല മിസ്. ബോറടിക്കുന്നുണ്ടോ? തിയറി ആയതുകൊണ്ട് ഇത്തിരി ബോറടിക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ തിയറി അങ്ങനെ തന്നെ ചോദിക്കാറാണ് പതിവ്. വാട്ട് ഈസ് ടൈപ്പ് സിസ്റ്റം, എന്താണ് ടൈപ്പ് എക്സ്പ്രഷൻ, എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും, അങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. എക്സ്പ്രഷൻ ഒരു ഇതില് എക്സ്പ്രഷന്റെ ടൈപ്പ് ചെക്കിങ് എങ്ങനെ പെർഫോം ചെയ്യും, അല്ലെങ്കിൽ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ടൈപ്പ് ചെക്കിങ് എങ്ങനെ പെർഫോം ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ എഴുതാവും, വേറെ ഒന്നും ഇതിൽ ആഡ് ഓൺ ചെയ്യാനില്ല. ഓക്കെ, ഓക്കെ. സോ ലിസൺ, ദെൻ E1 mod E2. ഈ മോഡ് എന്ന് പറയുന്നത് എന്താണ്? എനി ഓഫ് ദി അരിത്മെറ്റിക് ഓപ്പറേറ്റർ ആവാം. ഓക്കെ, സോ നേരത്തെ നമ്മൾ പറഞ്ഞ അരിത്മെറ്റിക് ഓപ്പറേറ്റർ, എനി ഓഫ് ദി അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, ഏത് ഓപ്പറേറ്റർ വേണമെങ്കിലും ആവാം. ഓക്കെ, സോ അപ്പം ഈയുടെ ടൈപ്പ് എന്തായിരിക്കും? അപ്പം രണ്ട് സെയിം ഡാറ്റ ടൈപ്പ് ആണ്. ഡാറ്റ ടൈപ്പ് ആണെന്നും ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ ഇതൊന്നും നമുക്ക് മനസ്സിലാവുന്ന ഒരു കേസാണ്. അതായത് മോഡൽ ഇതെന്ന് പറയുമ്പോൾ എന്താണ്? ഏത് ഓപ്പറേറ്റേഴ്സ് വേണമെങ്കിലും വരാം. സോ ഇതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇത് രണ്ടിന്റെയും ടൈപ്പ് എന്താണോ അത് തന്നെയായിരിക്കും ഇതിന്റെയും ടൈപ്പ് എന്ന് പറയുന്നത്. നോർമലി ഇവിടെ ഇപ്പൊ നമുക്ക് എടുത്തിട്ടുള്ളത് എന്താണ്? ഇന്റീജറും ക്യാരക്ടറും മാത്രമാണ്. അപ്പം അരിത്മെറ്റിക് ഓപ്പറേഷൻ ഇന്റീജേഴ്സിന്റെ ഇടയിൽ മാത്രമായിരിക്കും പെർഫോം ചെയ്യുക. സോ ഐ ക്യാൻ റൈറ്റ് എന്താണ്? E dot type is equal to, if E1 dot type is integer and E2 dot type is equal to integer, then E dot type is equal to then integer. ഇങ്ങനെ എഴുതിയാൽ മതി, then integer, else type error. Is it clear? മിസ് അപ്പം അവിടെ ക്യാരക്ടറും വേണം വന്നത്. ക്യാരക്ടറിൽ അടിസ്ഥാന അല്ല, അപ്പൻഡ് ചെയ്തില്ല. എന്താണ് മനസ്സിലായില്ല? അപ്പൻഡ് ചെയ്യത്തില്ല. ഇപ്പം സ്ട്രിങ് തന്നെയാണെങ്കിൽ സ്ട്രിങ് ആണെങ്കിൽ അതിന്റെ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. അതായത് ഒരു പെർട്ടിക്കുലർ എക്സ്പ്രഷൻ ആണെങ്കിൽ അതിന്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടും ചെക്ക് ചെയ്യും. അതായത് ഈ സെമാന്റിക് റൂൾ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ചെക്ക് ചെയ്യുന്നത്? ടൈപ്പ് ചെക്കിങ്ങും പെർഫോം ചെയ്യും. ഓക്കെ, ആൻഡ് ഇഫ് ദ ടൈപ്പ് ചെക്കിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എററും റിപ്പോർട്ട് ചെയ്യും. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട്. ഇറ്റ് ഇസ് നെക്സ്റ്റ് എക്സ്പ്രഷൻ ഇസ് E derives E1 or E2. Okay, so listen, if there is an expression E1 bracket E2. Okay, so here ക്വസ്റ്റ്യനിൽ ഈ ബ്രാക്കറ്റ് ഇ എന്നല്ലായിരുന്നു. അത് എപ്പോഴും നമുക്ക് ഈ ഇൻഡെക്സ് യൂസ് ചെയ്യുന്നതേ ജസ്റ്റ് നമുക്ക് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാറ് കേട്ടോ. ഓക്കെ, അത് പല സ്ഥലങ്ങളിലും നമ്മൾ ഇവിടെ നമ്മൾ സെമാന്റിക് റൂൾ എഴുതുമ്പോൾ ഏത് ഇ ആണ് ഏതിലോട്ട് അസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻഡെക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ
ഓക്കെ. സോ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഇത് അറേ ആണെന്ന് വെച്ചോ. അറേ ആണെങ്കിൽ എന്താ എങ്ങനെയാ കൊടുക്കുക? എ ഓഫ് എന്താണ് കൊടുക്കുക? A of in data type അറേ ഓഫ് എന്താണ്? ഡാറ്റ ടൈപ്പ് അല്ലേ? ഇൻഡെക്സ് സെറ്റും അതിന്റെ ഡാറ്റ ടൈപ്പും. ഓക്കെ. സോ ഇതില് E2യുടെ ടൈപ്പ് എന്ന് പറയുന്നത് if E2 dot type is equal to integer and E1 dot type is equal to ഒരു array ആണെങ്കിൽ E1 dot type is equal to array of s, t ആണെങ്കിൽ then അറേയുടെ ഡാറ്റ ടൈപ്പ് എന്താണോ അത് തന്നെയായിരിക്കും ഏതിന്റെയും ഡാറ്റ ടൈപ്പ്? ഈയുടെ ഡാറ്റ ടൈപ്പ്. ഓക്കെ. സോ അറേയുടെ ഡാറ്റ ടൈപ്പ് എവിടെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ടിയിലാണ്. ഓക്കെ. then t else type error. Okay. So similarly for the pointers, that is e derives നേരത്തെ പറഞ്ഞ പോലെ e1 pointer ആണെങ്കിൽ if ഇങ്ങനെയാണ് എഴുതേണ്ട. e dot type is equal to, so here also e dot type is equal to if e1 dot type is a pointer, e1 dot type is equal to pointer to t, then t ആയിരിക്കും ഈയുടെ ടൈപ്പ്. എൽസ് എന്താണ്? ഓക്കെ. Is it clear or not? Clear. ഓക്കെ. ഇനി ടൈപ്പ് ചെക്കിംഗ് ഫോർ സ്റ്റേറ്റ്മെന്റ്സും ടൈപ്പ് ചെക്കിംഗ് ഫോർ ഫംഗ്ഷൻ ആണ് ബാക്കിയുള്ളത്. ഓക്കെ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അറ്റൻഡൻസ് മെത്തേഡ്. എല്ലാ സബ്ജക്റ്റിനും മാർക്ക് കിട്ടിയോ? രണ്ടെണ്ണം കൂടി ഇടാനുണ്ട്. ഏതൊക്കെയാ? ഹോമും പിന്നെ മറ്റേ വെബ് ടെക്നോളജി. ഓക്കെ. മാർക്കൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണല്ലോ. എപ്പോഴും അങ്ങനെയാണോ? ആർക്കാ ടോപ്പ് കിട്ടുക? വിഷ്ണുപ്രിയ ആയിരിക്കും. ഓക്കെ. ഞാൻ എന്റെ സബ്ജക്റ്റിനെ കുറഞ്ഞു പോയി എന്നാ വിചാരിച്ചു. പക്ഷെ ബാക്കി സബ്ജക്ട്സ് കമ്പയർ ചെയ്യുമ്പോൾ എന്റേത് കുഴപ്പമില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. ആദിൽ, അഭിജിത്ത്,
അക്ഷര, അഞ്ജലി, Present, Miss. അഞ്ജു, ആന്റോ, Present, Miss. അപർണ ഡി, Present, Miss. അപർണ പ്രതാപ്, അരവിന്ദ്, Miss present. ആരവ്, Present, Miss. അർജുൻ, ബിച്ചു, ബിച്ചു, ജീവൻ, ജോസ്വിൻ, Present, Miss. കൃഷ്ണരാജ്, Present, Miss. മാധവ്, Present, Miss. മറിയ, Present, Miss. മെർലിൻ, Present, Miss. മുബിൻ, ഹാഫിസ്. Present, Miss. ഓക്കെ. റുബിൻ, Present, Miss. നജ്മ, നൗറിൻ, Present, Miss. പാർവതി, Present, Miss. സാന്ദ്ര, Present, Miss. ശ്രീപ്രസാദ്, Present, Miss. ശ്രുതി, വിഷ്ണുപ്രിയ, Present, Miss. അജീന. Present, Miss. അജീനയ്ക്ക് എന്ത് പറ്റി എക്സാമിന്? ഒന്നും എഴുതിയില്ലല്ലോ. മിസ് അത് ഞാൻ അപ്ലോഡ് ചെയ്തതിന്റെ പ്രശ്നമായിരുന്നു മിസ്സേ. 2 പേപ്പർ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് മിസ് ഇന്നലെ മാർക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാനത് നോക്കിയത്. ഞാൻ വിചാരിച്ചു ഭയങ്കര മാർക്ക് ഒന്നും കുറെ മിസ്സിങ്സ് ഉള്ളത് പോലെ ഫീൽ ചെയ്തു. ഞാൻ കുറെ എഴുതിയിട്ടില്ല. എഴുതിയത് പേപ്പർ ഞാൻ അതിനകത്തോട്ട് വെച്ചത്. പക്ഷെ ഞാൻ എടുത്തായിരുന്നു. പക്ഷെ PDF എഡിറ്റ് ചെയ്ത ടൈമിൽ എന്തോ മിസ്സായതാന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ മിസ് മാർക്ക് ഇട്ടപ്പോഴാണ് ഞാൻ പോയി പേപ്പർ പോയി ചെക്ക് ചെയ്തത്. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കണ്ടേ നിങ്ങള്? മിസ് ഇനിയിപ്പോ എന്തോ ചെയ്യാനാ. അതെ. ഓക്കെ, എനിവേ ഒരു പാഠമല്ലേ ഇത്. പിന്നെ അക്ഷരയുടെ എന്താണ് അത്? ഫുള്ള് തല തിരിഞ്ഞിട്ടായിരുന്നു ആ PDF മൊത്തം. അക്ഷര ഉണ്ടോ? ഒന്ന് പറഞ്ഞേക്കണേ കേട്ടോ. ഫുള്ള് അതെന്താണ്, സ്കാൻ ചെയ്തതിന്റെ പ്രശ്നമാണോ എന്താന്ന് എനിക്കറിയില്ല. ഫുള്ള് ഫസ്റ്റ് പേജ് മാത്രമാണ് നേരെ ഉണ്ടായിരുന്നത്, പിന്നെ എല്ലാം റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെയാണ്. അത് എല്ലാ സബ്ജക്റ്റിനും അങ്ങനെയാണോ അപ്ലോഡ് ചെയ്തേ? അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. വാല്യൂ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. ഓക്കെ. അഖിൽ, Present, Miss. ജോസ്മിൻ, Present, Miss. ഓക്കെ. ആബ്സെന്റ് ഈസ് നജ്മ ആൻഡ് ബിച്ചു. ഓക്കെ, ഇനി ഒരു ക്ലാസ്സും കൂടി മതിയാവും. നമുക്ക് 4th കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് 5th സ്റ്റാർട്ട് ചെയ്യാം. പാരലലി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുന്നുണ്ടോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കയ്യിലുണ്ടോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ? ഇല്ല മിസ്സേ, മറ്റേ കോംപ്രഹെൻസീവിന്റെ നോക്കിയത്. കോംപ്രിഹെൻസീവ് നോക്കി. ഇതിന്റെ ഇല്ല നിങ്ങളുടെ കയ്യില്? നെറ്റിൽ അവൈലബിൾ ആണ്. സെർച്ച് ചെയ്തിട്ടില്ല. ഞാൻ നോക്കട്ടെ കേട്ടാ, എന്റെ കയ്യിലുള്ളത് ഞാൻ അയച്ചു തരാം. ഓക്കെ ഓക്കെ, അതൊന്ന് ശരിയാക്കിയിട്ട് അയക്കാം. ഒന്ന് നോക്കാം കേട്ടാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് പോവാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Thank you, Miss.